ഹലോ, കാണുന്നുണ്ടോ? ഹലോ. കാണുന്നുണ്ടോ? മെസ്സേജ് ചെയ്യോ ആരെങ്കിലും? ആദി ഹായ്. ആദി ജോൺ കെ സൈമൺ ഹായ്. ഫെസ്റ്റി സാവ്യൂ ഇതിൽ ഹായ്. ശ്രീകുമാർ കോന്നി ഹായ്. ശരി. ആവണേ ഉള്ളൂ. ഉം. ഹലോ, ഹായ് മനു. ഒരു മിനിറ്റ്, നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുന്നേ ഉള്ളൂ. കമൻസ് ഹായ് അജിത് അജിത് ഹായ്. നമസ്കാരം ചേട്ടന്മാരെ. ഫെസ്റ്റി സാജിയോ ലയത്തിൽ നിഖിൽ രാജ് ഹായ് ഡിയേഴ്സ് ഹായ്. മനു രവീന്ദ്രൻ ഹലോ ബ്രദേഴ്സ്. നിതിൻ രവി ഹായ്. ചേട്ടന്മാരെ സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. അഖിൽ ശശിധരൻ ഹായ് അളിയൻസ്. ശ്രീകുമാർ കോന്നി സുഖമല്ലേ? രണ്ടാൾക്കും സുഖം തന്നെ. രാഹുൽ ദയാൻ ഹായ്. ആ. Yes. എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം. ഞങ്ങള് നാളെ വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പോൾ നാളെ സോനുവിന് ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ ഇന്ന് എല്ലാവരും അഡ്വാൻസ് ആയിട്ട് തന്നെ വാലന്റൈൻസ് ഡേ വിഷ് ചെയ്യാൻ വരാമെന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പ്രണയദിനം ആശംസിക്കുന്നു. അഡ്വാൻസ് വാലന്റൈൻസ് ഡേ വിഷസ് ടു ഓൾ ഓഫ് യു. ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടോ വിഷ്ണു ജിതേഷ്? ഇല്ല വിഷ്ണു, പല ഗ്രൂപ്പുകളിൽ ഞങ്ങളുടെ പേരുകളൊക്കെ വന്നിട്ട് ഒരാഴ്ചയായിട്ട് കുറെ മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട് ബിഗ് ബോസിലേക്ക് പോകണ്ടോന്ന് വെച്ചിട്ട്. ഫേക്ക് ആണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോളൊന്നും വന്നിട്ടില്ല. ഫേക്ക് ന്യൂസ് ആണ്. വിനോദ് ഹായ്. രാഹുൽ ഹായ്. വിനു ചിക്കു ഹായ്. അഭിജിത്ത് ഹായ്. അപ്പൊ ഞങ്ങൾ അന്ന് ക്രിസ്മസിന്റെ തലേദിവസം വന്നത് ലൈവ് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇപ്പോ വരുന്ന നിങ്ങളെല്ലാവരും കാണാനും വിഷസ് അറിയിക്കാനും വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ നാളെ പ്രണയ ദിനമല്ലേ? പ്രണയ ദിനത്തില് തുടക്കം തന്നെ നമ്മുടെ ലൈവ് തുടങ്ങുന്നത് തന്നെ എനിക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് നാളിൽ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാരെ ഓർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ലൈവ് ആരംഭിക്കാം. 3-4 പേരെയാണ് എൻ്റെ മനസ്സിലോട്ട് പ്രണയദിനം വരുമ്പോ മനസ്സിലോട്ട് കയറി വരുന്നത്. ഒന്ന് നമ്മുടെ കെവിൻ, നീനു. അവര് നമ്മളെ മലയാളികൾക്ക് ആർക്കും മറക്കാൻ പറ്റില്ല അല്ലെ? പ്രണയം എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലൊക്കെ ഓടി പെട്ടെന്ന് ഇപ്പോ റീസെന്റ് നടന്ന കാര്യങ്ങളില് നീനു കെവിനൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. അന്ന് ആ സംഭവം നടക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പോ നീനുവിന്റെ കരച്ചിൽ കണ്ടിട്ട് ഒരുപാട് വിഷമിച്ചു. ഞാനൊരു മൂലയ്ക്ക് പോയിരുന്ന് കരഞ്ഞു, അമ്മ ഒരു മൂലയ്ക്ക് പോയിരുന്ന് കരയുന്ന കണ്ടു. അപ്പൊ അതൊക്കെയാണ് ആ പ്രണയം. അവർക്ക് ഒന്നിക്കാൻ പറ്റിയില്ല. മരണം സംഭവിച്ചു കെവിന്റെ. നീനുവിന്റെ വീട്ടുകാര് ചെയ്തു, ഒരുപാട് വിഷമം ഉണ്ടാക്കി. എന്നാലും അവരുടെ പ്രണയം എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്കൊന്നും ഒരിക്കലും നമ്മൾ മറക്കില്ല അല്ലെ? നീനു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ പ്രണയം ഇങ്ങനെ നന്നായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പൊ നീനുവിനും കെവിനെയും ഈ ഒരു വാലന്റൈൻസ് ഡേ ഇതില് ഞങ്ങൾ രണ്ടുപേരും ആലോചിക്കുന്നു. അവരുടെ പ്രണയത്തെ ഞങ്ങളുടെ മനസ്സിൽ വരുന്നു. പിന്നെ ഒരു പ്രണയം പിന്നെ എനിക്ക് മനസ്സിൽ വരുന്നത് ആതിര ബ്രിജേഷ് ആണ്. കല്യാണത്തിന്റെ തലേദിവസം ജാതി പറഞ്ഞിട്ട് സ്വന്തം അച്ഛൻ തന്നെ മകളെ കുത്തിക്കൊന്ന ആ ഒരു കേസ്. അതും ഇതുപോലെ ആതിരയുടെ വിഷയം അറിഞ്ഞപ്പോ അന്ന് ശരിക്കും വിഷമം തോന്നി. കാരണം പിറ്റേ ദിവസം കല്യാണം സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, കല്യാണം സ്വപ്നം കണ്ടിരിക്കുക, ഒരു പ്രണയിക്കുന്ന ആൾക്കാർ ഒന്നിക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് സ്വന്തം അച്ഛൻ തന്നെ കുത്തിക്കൊന്നപ്പോ അതായിരുന്നു ഭയങ്കര വിഷമം ഉണ്ടാക്കി. ഞാനത് കുറച്ച് ദിവസം അത് എടുത്തു എന്റെ മനസ്സിൽ നിന്ന് അത് പോവാൻ. അപ്പോ അതൊന്നും അവരുടെ പ്രണയം അവർക്ക് ഈ ഒരു ജന്മത്തിൽ അത് സഫലമായില്ല. ഇനി ജന്മങ്ങളുണ്ടോന്നും എനിക്കറിയില്ല. ഇനി ജന്മങ്ങളുണ്ടെങ്കിൽ അവരൊന്നിക്കട്ടെ, അവർ പ്രണയം ഒന്നാവട്ടെ.
അപ്പൊ ഈ പ്രണയ ദിനത്തില് അവരെയും ആലോചിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും. പിന്നെ മനസ്സിൽ വരുന്നത് ഇപ്പൊ നമ്മുടെ റീസെന്റ് ആയിട്ട് ഉണ്ടായ സംഭവം റംസിയുടെ പ്രണയം. വർഷങ്ങളോളം ഒരാളെ പ്രണയിച്ചു, മനസ്സുകൊണ്ട് പ്രണയിച്ചു, ശരീരം പങ്കിട്ടു. അത് കഴിഞ്ഞിട്ട് അവസാനം അവൻ തേച്ചിട്ട് പോയി. അപ്പൊ ആ വിഷമം താങ്ങാൻ പറ്റാതെ റംസി ആത്മഹത്യ ചെയ്യുന്നതാണ്. അപ്പൊ ആ പ്രണയം, അപ്പൊ ഹാരിസ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള പയ്യനല്ലായിരുന്നു അവളെ ചതിച്ചത്. അപ്പൊ അവനെ പോലുള്ള തേപ്പിസ്റ്റുകള് ധാരാളം ഉണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ തേപ്പിസ്റ്റുകളെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. നമ്മളെല്ലാവരും പ്രണയിക്കുമ്പോ നമ്മൾ വിചാരിക്കും തേനെ പാല് ചക്കര എന്നൊക്കെ പറഞ്ഞിട്ടാവും എല്ലാവരും വരിക. പക്ഷെ കുറെ നാള് കഴിയുമ്പോഴാണ് തനി നിറ അറിയുക. അപ്പൊ റംസി പാവം ആ കൊച്ചിന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു. അപ്പൊ ആ റംസിയെ ഞാൻ ആലോചിക്കുന്നു, ഹാരിസിനെ ഞാൻ വെറുക്കുന്നു. പക്ഷെ റംസിയെ, ആ കുട്ടിയെ ഞാൻ ഈ ഒരു പ്രണയ ദിനം വരുന്നതിൽ ആലോചിക്കുന്നു. അഞ്ജു ഹായ് ഹലോ. സോവൻ അമൃത കർണ ഹായ് ചേട്ടൻസ്. പൂജാരി ഹലോ ബ്രോസ്. അമൃത കരുണാകരൻ ഹാപ്പി ടു സീ യു ബോത്ത്. ജിതിൻ കടൂർ ഹായ് ബ്രോസ്. അനു വിജേഷ് നമ്പ്യാർ ഹലോ. ഡോൺ പോൾ കുര്യാക്കോസ് ഹേ സോനു നികേഷ് ചേട്ടാ ഹായ് ഡോൺ. അനു വിജേഷ് നമ്പ്യാർ സുഖമല്ലേ രണ്ടാൾക്കും? സുഖമായിട്ടിരിക്കുന്നു. അനുപമ രാജേന്ദ്രൻ ഹലോ. രണ്ടാൾക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കണം രണ്ടുപേരും. ശ്രീകുമാർ ഹലോ. രാഹുൽ ഹായ്. സുഖമായിരിക്കുന്നു രണ്ടുപേരും. നിഖിൽ ഇവാനിയ സുഖമായിരിക്കുന്നു. നിഖിൽ, ഞങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുന്നു, അടിച്ചു പൊളിച്ചു പോകുന്നു, ഹാപ്പിയാണ്. അനസ് നസീർ ഖാൻ വാലന്റൈൻ വിഷസ് ടു ബോത്ത്. അനസിനും അഭിജിത്തിനും തിരിച്ചു അതുപോലെ തന്നെ ഹാപ്പി വാലന്റൈൻസ്. അനസിന്റെ കാലൊക്കെ ശരിയായോ? ഓക്കെ ആയോ? സ്റ്റിച്ചൊക്കെ വെട്ടി ശരിയായോ? ഡോൺ പോൾ കുര്യാക്കോസ് ഹൗ ആർ യു ഗൈസ്? ഞാൻ ഫൈൻ. അടിച്ചു പൊളിച്ചു പോകണു ഡോൺ. സുഖം, സന്തോഷമായിട്ടിരിക്കുന്നു. അമൃത കരുണാകരൻ സുഖമാണോ? വിൻസെന്റ് പി ഹായ് മച്ചാന്മാരെ. രാഷിഫ് ജബ്ബാർ മുത്തുമണികളെ. സിജു ആന്റണി ഹലോ. അമൃത കരുണാകരൻ ഫോട്ടോസൊക്കെ പൊളിയായിരുന്നു, താങ്ക് യു. അനീഷ സജാദ് സുഖമാണോ? സുഖം. അമ്മ എവിടെയെന്ന് ചോദിച്ചു ആരോ. അമ്മ വീട്ടിലാണ്. അമ്മ വരും കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ താമസിക്കാൻ. അമ്മ തൃശ്ശൂര്, ഞങ്ങളിവിടെ കാക്കനാട്. റാഷിദ് ജബ്ബാർ മുത്തുമണികൾ. ദിയ ജോൺ ഹായ് സോനു നികേഷ് ഹലോ. പ്രവീൺ സി തമിഴ് തെരിയുമാ? തമിഴ് അറിഞ്ഞൂടാ. അശ്വതി അരുണബി ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. സഖാവ് ഗോപിക ഹായ് ചേട്ടൻസ്. അനൂപ് കെ തൊടുപുഴ ഹായ് സോനു നികേഷ്. പിന്നെ ഈ പ്രണയ ദിനത്തില് ഒരു നേരത്തെ ഞാൻ പറഞ്ഞതില് ഒരാൾക്കാരെയും കൂടി എൻ്റെ മനസ്സിലോട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ അടുത്ത് 2 പെൺകുട്ടികള് നമ്മുടെ പുഴയിൽ, വൈക്കത്ത് പുഴയിൽ ചാടി മരിച്ച 2 പെൺകുട്ടികള്, അമൃത, ആര്യ. അതിൽ അമൃത ഞങ്ങൾ രണ്ടുപേരെയും ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഒത്തിരി പേരുള്ളത് കൊണ്ട് തന്നെ ചില ആൾക്കാരെ നമ്മൾ അറിയാതെ പോവാറുണ്ട്. അപ്പം അതിൽ അമൃത ഞങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയിരുന്നു എന്നുള്ളത് ഇപ്പം അടുത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടി വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, ചേട്ടന്മാര് അമൃത വല്ല മെസ്സേജ് അയച്ചിരുന്നോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോഴായിരുന്നു എനിക്ക് ഷോക്കായത്. കാരണം ഞാൻ ആ സമയത്ത് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ അമൃത വല്ല മെസ്സേജും അയച്ചിരിക്കുമോ ഞങ്ങൾക്ക് എന്നുള്ളത്. അപ്പം ഞാൻ ചാടിപ്പടഞ്ഞു നോക്കിയപ്പോൾ അമൃത അയച്ചിട്ടില്ല, മെസ്സേജൊന്നും ഞങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ആ കുട്ടിയുടെ പ്രൊഫൈൽ എടുത്ത് കണ്ടപ്പോൾ വിഷമം തോന്നി. അമൃതയും ആര്യയും പുഴയിൽ ചാടി മരിച്ചു, ആത്മഹത്യ ചെയ്തു. അപ്പം അവർക്കും
എന്താണ് ശരിക്കും ആക്ച്വലി എന്താ സംഭവം നടന്നിട്ടുള്ളതെന്ന് അറിയില്ല. അപ്പൊ അവര് അന്വേഷിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അമൃതയുടെ പ്രൊഫൈൽ ഞാൻ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എടുത്ത് നോക്കാൻ പറ്റി. എനിക്ക് നോക്കിയപ്പോൾ അതിൽ ഇന്ന റിലേഷൻഷിപ്പ് എന്നൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നു. അവർക്ക് പ്രണയമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അവർക്ക് ഒന്നിക്കാൻ സാധിച്ചില്ല. അവർക്കും ഇതുപോലെ ഇനി ജന്മങ്ങളുണ്ടെങ്കിൽ ഒന്നിക്കാൻ പറ്റട്ടെ രണ്ടുപേർക്കും. അശ്വതി എൻ്റെ നാട്ടുകാരിയാ. അതെയോ? അശ്വതിക്ക് അറിയോ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ്? അശ്വതിക്ക് അറിയോ? ആ പിള്ളേര് രണ്ടുപേരും, അശ്വതി ബാക്കി കൂടിയും പറയൂ. ആ പിള്ളേര് രണ്ടുപേരും, അശ്വതി എന്തോ എന്തോ എഴുതുന്നുണ്ട്. അഖിൽ അക്കു സുഖമായിരിക്കുന്നു. രണ്ടാൾക്കും സുഖം. സുഖമായിട്ടിരിക്കുന്നു അഖിൽ. വാലന്റൈൻസ് ഡേ വിഷസ് ഗൗരവ് കൃഷ്ണ. സെയിം ടു യു. അനീഷ് രാമചന്ദ്രൻ ഹായ്, സുഖമാണോ? അമ്മയ്ക്ക് സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. അമ്മ സുഖമായിട്ടിരിക്കണം. സന്ധ്യ സോനു നികേഷ് അറിയുമോ? അറിയാം. മിന്ന ഇബ്രാഹിം ഹായ്. അഭിജിത്ത് പുനലൂർ. യുവർ ലവ് സ്റ്റോറി പറയാവോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ ലവ് സ്റ്റോറി കുറെ എൻ്റെ പാസ്റ്റിലുള്ളതൊക്കെ കുറെ പറഞ്ഞിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങളുടെ സ്റ്റോറിയാണ് എനിക്ക് കൂടുതലും പറയാൻ പറ്റാതെ പോവാറ്. കാരണം എൻ്റെ സ്റ്റോറി പറഞ്ഞു വരുമ്പോൾ തന്നെ ഒത്തിരി ആയിട്ട് ഞങ്ങളുടെ ഭാഗം വരുമ്പോഴേക്കും എപ്പോഴും ഇന്റർവ്യൂസ് ഒക്കെ കട്ടാവേണ്ട സമയമാവാറായിട്ടുണ്ടാവും. അപ്പൊ എപ്പോഴും ഞങ്ങൾ കണ്ടുമുട്ടിയതും ഞങ്ങളുടെ പ്രണയമൊക്കെ പറയാൻ പറ്റാതെ പോവാറ്. അപ്പൊ ഞാനും സോനുവും പരിചയപ്പെടുന്നത് ഞാനിതുപോലെ ഭയങ്കര ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്ന ഒരു സമയത്ത്, നമുക്ക് പാർട്ട്ണർ ഇല്ല, നമ്മൾ ഒറ്റയ്ക്ക് സിംഗിളായി, വീണ്ടും റിലേഷൻഷിപ്പ് ആയിരുന്നു, ബ്രേക്കപ്പ് ആയി, സിംഗിളായിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ച് ഭ്രാന്തനെ പോലെ ഇങ്ങനെ നടക്കുന്ന ഒരു സമയമാണ്. ജീവിതം ഇങ്ങനെ വൈദ്യ ഇങ്ങനെ പോണ സമയമാണ്. ഒരാളുണ്ട് എന്ന് എനിക്ക് മനസ്സിലറിയാം. പക്ഷെ ആളെ എവിടെയും കാണാനൊന്നും ഇല്ല. നമ്മൾ എവിടെ വെച്ചിട്ട്, നമുക്ക് ഗേ മെട്രിമോണിയൽ സൈറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ എവിടെ വെച്ച് ആളെ കാണുക? ഗേ ആയിട്ടുള്ള ഒരാളെ കണ്ടെത്താൻ ഭയങ്കര പ്രയാസമാണ് നമ്മുടെ നാട്ടില്. അപ്പൊ അങ്ങനെ ഒരു ഗേ ഡേറ്റിംഗ് സൈറ്റിൽ കയറിയിട്ട് ഞാനിങ്ങനെ പ്രതീക്ഷകൾ, ആദ്യത്തെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വളരെ റോങ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് നമ്മളെ മുട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീണ്ടും നിരാശയിലേക്ക് എന്നെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പ്രതീക്ഷ മാത്രം മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. ആളുണ്ട്. ആ സമയത്താണ് സോനുവിന്റെ ഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരുന്നത്. അപ്പൊ അതിന് റിപ്ലൈ ഞാൻ ഹായ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പൊ ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോ തന്നെ വളരെ വ്യക്തമായിട്ട് സോനു പറഞ്ഞിരുന്നു ഒരു പാർട്ട്ണറെയാണ് നോക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു പ്രൊഫൈല് തന്നെ എന്നെ വല്ലാതെ ആകർഷിച്ചു. ഇതാണ് ആള് എന്നുള്ളത് എനിക്ക് അപ്പോഴേ ഒരു വൈബ്, നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മെസ്സേജ് അയച്ചു, ഫോൺ നമ്പർ പാസ് ചെയ്തു. അപ്പൊ ഫോൺ നമ്പറൊക്കെ പാസ് ചെയ്ത് വിളിച്ചപ്പോ മനസ്സിലായി അടുത്തടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. കുറേ നാളായിട്ട് അടുത്തടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ കാണാൻ കുറച്ച് വൈകിപ്പോയി അല്ലേ സോനു? എന്നിട്ട് ഞങ്ങൾ പരസ്പരം കണ്ടു. അപ്പൊ കുറച്ചും കൂടി അറേഞ്ച്ഡ് രീതിയിലാണ് ഞങ്ങളുടെ പോയിട്ടുള്ളത്. കാരണം ഞങ്ങൾ പ്രൊഫൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻഷിപ്പ് സീക്ക് ചെയ്യുന്നു, നല്ലൊരു പാർട്ട്ണറെ സീക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടുന്നത്. അപ്പൊ കണ്ടുമുട്ടുന്ന ദിവസം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോ തന്നെ ഇഷ്ടമായി രണ്ടാൾക്കും. ആ ഒരു സംസാരവും നോട്ടവും ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നമ്മൾ രണ്ടുപേരും അന്ന് അളകാപുരിയിലിരുന്ന് സംസാരിച്ചതൊക്കെ. അപ്പൊ ആദ്യത്തെ സംസാരത്തിലൊക്കെ ശരിക്ക് ഞങ്ങൾക്കൊരു പ്രണയം വന്നായിരുന്നു. എന്നാലും നമ്മളൊരു 4-5 മാസം ഡേറ്റിംഗ് ചെയ്യാം. കാരണം ആദ്യത്തെ ഒരു കാഴ്ചയിൽ കണ്ടിട്ട് നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ മനപ്പൊരുത്തം ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയണ്ടേ. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു 4-5 മന്ത്സ് എടുക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു 4-5 മന്ത്സ് ശരിക്കും ഞങ്ങളിങ്ങനെ പ്രണയിച്ച് നടന്നു രണ്ടാളും. ഞാൻ ഡെയിലി സോനുവിന്റെ ഓഫീസ് കഴിയുന്ന സമയത്ത് സോനുവിന്റെ ഓഫീസിന്റെ മുമ്പിൽ പോയി നിൽക്കാറുണ്ടായിരുന്നു, സോനുവിന്റെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാറുണ്ടായിരുന്നു. അപ്പൊ എന്നെ കാണാൻ വേണ്ടി സോനു ഓഫീസ് കഴിഞ്ഞിട്ട് ഓടി വരുന്നത് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ചേട്ടൻ കുറേ നേരമായി ഇവിടെ വന്ന് നിൽക്കണമെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് ഓടി വരും. എന്നിട്ട് ഞങ്ങൾ ഔട്ടിങ്ങിനൊക്കെ പോവായിരുന്നു, പുറത്തൊക്കെ പോവും. അപ്പൊ രാത്രിയൊക്കെ ആവും, ജോലി കഴിഞ്ഞ് വരുമ്പോ രാത്രിയാവും. ആ രാത്രിയായിരിക്കും ചിലപ്പോ പുറത്തൊക്കെ ഞങ്ങൾ കറങ്ങാൻ പോവുക.
അന്നൊരു മഴ പെയ്തതൊക്കെ ഓർക്കുണ്ടോ? നമ്മളൊരു നമ്മൾ ഭയങ്കര ഒരു മഴയുടെ സമയത്താണ് പരിചയപ്പെട്ടത്. മഴയൊക്കെ ഭയങ്കരമായിട്ട് പെയ്യുന്ന ഒരു ദിവസം ഞങ്ങൾ ടൂ വീലറും അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ മഴയത്ത് ഫുൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പോയതൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ സോനു ബാക്കിൽ ഇങ്ങനെ കൊടയൊക്കെ നിവർത്തി ഇങ്ങനെ നിന്ന് കൊടയൊക്കെ കാറ്റ് വന്ന് കൊടയൊക്കെ ആകെ പറന്ന് വേറെ എവിടെയോ പോയി വീണു. വണ്ടി നിർത്തി ഓടിപ്പോയി ആ കൊടയൊക്കെ എടുത്തിട്ട് കുറെ നിന്ന് ചിരിച്ചതൊക്കെ അതൊക്കെയാണ് ഒത്തിരി ഓർമ്മകൾ. എന്നും പുറത്തു പോവായിരുന്നു. പിന്നെ ആ രാജഗിരി വാല്യൂവിലൊക്കെ പോയിരിക്കുവായിരുന്നില്ല, നമ്മള് ഡെയിലി പോയിരിക്കുമായിരുന്നു. ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുമായിരുന്നു, കുറെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രണയിച്ച ഒരു 4-5 മാസമാണ് ശരിക്കും പ്രണയിച്ചത് എന്ന് പറഞ്ഞാലും അത് ശരിക്കും പ്രണയിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഇപ്പോഴും അതുപോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോ ഞങ്ങൾ കൂടുതൽ പ്രണയിക്കാൻ തുടങ്ങി, അതാ സത്യം. വിവാഹത്തിന് മുമ്പ് പ്രണയിച്ചതിനേക്കാൾ ഇരട്ടിയായി വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ. ശരിക്കും ഇപ്പോഴാ ഭയങ്കരമായിട്ട് പ്രണയിക്കണം തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും. ഓരോ ദിവസം ഓരോ നാള് കഴിഞ്ഞപ്പോ പ്രണയിക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെയാണ് എന്റെ സ്റ്റോറി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റോറി ഇതാണ്. അത് കഴിഞ്ഞപ്പോ വിവാഹം കഴിഞ്ഞ് 3 വർഷം ആവാറായി. ഹാപ്പി ആയിട്ട് പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു. അങ്ങനെ സോനുവേട്ടൻ ഭയങ്കര സൈലന്റ് ആണ് അല്ലേ? ചിഞ്ചു അനു പൊതുവെ ഞാൻ സൈലന്റാ. എനിക്ക് ലൈവ് എങ്ങനെയുള്ളതൊന്നും എനിക്ക് പറ്റണ പരിപാടി. സൈലന്റ് ഒന്നും അല്ലാട്ടാ ചിഞ്ചു, നന്നായിട്ട് സംസാരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ലൈവ് വരുമ്പോ മാത്രമാണ് സോനുവിന്റെ കുറച്ചൊരു സംസാരം കുറവ്. ഇവിടെ ഭയങ്കര സംസാരം എന്നോട്. മാത്രല്ല ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് നെയ്ബേഴ്സ് ഒക്കെ മുകളിലുള്ളവരൊക്കെ ഇവിടെ വരുമ്പോ ഭയങ്കര വർത്താനാ. ബിബിൻ രാജ്, എന്ത് പ്രണയം ഇപ്പോൾ ആരെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. 4 വർഷം താഴേക്കെടുത്ത് 4 വർഷം ഒരുത്തിയെ സ്നേഹിച്ച് കുറെ ഫൈറ്റ് ചെയ്ത് 2 വീട്ടുകാരെ ഒന്നിപ്പിച്ച് കല്യാണത്തിന് സമ്മതം വാങ്ങി. അവൾക്ക് വേണ്ടി പ്രവാസി ജീവിതം ഇഷ്ടമില്ലാതെ ജോലി ചെയ്ത് അടുത്ത മാസം കഴിഞ്ഞ് നാട്ടിൽ വന്ന് എൻഗേജ്മെന്റ് നടത്താം എന്ന് വെച്ചപ്പോൾ ഈ 9-ാം തീയതി അവൾ 20 ദിവസം പരിചയപ്പെട്ടവന്റെ കൂടെ പോയിരിക്കുന്നു. അന്നും എന്നെയും അമ്മയും വിളിച്ചവൾ എന്നോട് 6 മണി വരെ സംസാരിച്ചവൾ രാത്രി 11 മണിക്ക് ഒരുത്തന്റെ കൂടെ പോയിരിക്കുന്ന. സത്യം പറഞ്ഞാൽ പ്രണയം എന്താണെന്ന് ഇപ്പോൾ അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത് ബിബിൻ. നമുക്ക് പ്രണയിക്കുന്ന സമയത്ത് ആള് നല്ല ആളാണോ ചീത്ത ആളാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല, ഒരാൾക്കും പറയാൻ പറ്റില്ല. അപ്പൊ അത് കുറച്ച് കാലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അറിയുക. അപ്പൊ തേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിൽ നിന്നും മറികടക്കുക എന്നുള്ളത് മാത്രമായിരിക്കും നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക, അല്ലെ? നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഞാനും ജീവിതത്തിൽ ഇതൊക്കെ അനുഭവിച്ചു വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അവര് പോട്ടെ, അവരെക്കാളും നല്ലത് ദൈവം തരാൻ വേണ്ടിയിട്ടായിരിക്കും. ശരിക്കും പ്രണയമല്ല അവിടെ പരാജയപ്പെട്ട്, അത് ആൾക്കാരുടെ സ്വഭാവം വെച്ചിരിക്കും നമ്മൾ പരിചയപ്പെടുന്നത്. അത് ഈ പറഞ്ഞ പോലെ പ്രണയത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത്, നമ്മള് തുടക്കം പരിചയപ്പെടുമ്പോ ഒക്കെ തേനെ പാല് ചക്കര എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഭയങ്കര ഇതായിരിക്കും. അതായത് മറ്റേ ആളെ ഇംപ്രസ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളത് മാത്രമായിരിക്കും രണ്ടുപേരുടെയും ചിന്ത. അത് കഴിഞ്ഞ് ഇതിന്റെ മെയിൻ സാധനം എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഫാമിലി 2 ജാതിക്കാരാണെങ്കിൽ ഫാമിലി അറിയുമ്പോഴാണ്, അവിടെയാണ് ശരിക്കും യാഥാർത്ഥ്യ പ്രണയം നമ്മൾ തിരിച്ചറിയുക. കാരണം റിസ്ക് എടുക്കേണ്ട സമയത്ത് ശരിക്കും ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചവര് അവരൊന്നാവും. എന്ത് ആനമുട്ട സംഭവം ഉണ്ടെങ്കിലും അവരൊന്നാവും. പക്ഷെ ശരിക്കും പ്രണയിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ മഹേഷിന്റെ പ്രതികാരത്തില് അതിൽ നായികയുടെ പേരെന്തായിരുന്നു, ഞാൻ മറന്നു. അതിൽ ആ പെണ്ണ് പറയുന്ന പോലെ ചേട്ടന് നല്ലത് വരും, ചേട്ടന് നല്ല ആളെ, എന്നേക്കാൾ നല്ല ആളെ കിട്ടുന്നൊക്കെ പറയുന്ന പോലെ അവസാനം ഒരു മുടന്തൻ ഞാൻ പറഞ്ഞു പോകും. അപ്പൊ അതൊക്കെ തേപ്പിസ്റ്റുകളുടെ ഒരു അടവുകളാണ്. നമ്മൾ അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവര് പോട്ടെ, അവരെക്കാൾ നല്ല ആള് നമുക്ക് കിട്ടും എന്ന് വിചാരിച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകും. നിങ്ങളെ കാണുമ്പോൾ വലിയ സന്തോഷം. ഹാപ്പി വാലന്റൈൻസ് ഡേ ദീപ. തിരിച്ചും സന്തോഷം ദീപ. ജോൺ ആൽഫി പുതുശ്ശേരി അങ്കമാലി, ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ വിഷസ് ചേട്ടൻ. താങ്ക് യു. തിരിച്ചങ്ങോട്ടും ഹാപ്പി വാലന്റൈൻസ്. രണ്ടുപേർക്കും രണ്ടുപേർക്കും വാലന്റൈൻസ് ഡേ വിഷസ്. ഷീജ നന്ദനം, പ്രണയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്.
ഷീജ, താങ്ക് യു ഷീജ. ശരിയാണ്, ഭാഗ്യം ചെയ്തവരാണ്. കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ലൈഫില്. പക്ഷെ ആ ബുദ്ധിമുട്ടുകളിനൊക്കെ അവസാനം ഒരു റിസൾട്ട് ഉണ്ടായി. അതെ, എന്തോ ഒരു ലക്ക് പോലെ, എന്തോ ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം. ഒന്നിക്കേണ്ട രണ്ടുപേരും അവസാനം ഒന്നിച്ചു. അപ്പൊ ഒരുപാട് സന്തോഷം. പിന്നെ നികേഷ് ചേട്ടന്റെ സ്മൈലും സോനുവിന്റെ താങ്ക് യു. പിന്നെ ഉമേഷ് രാജൻ, രണ്ടുപേർക്ക് ഹൃദയം നിറഞ്ഞ പ്രണയദിന ആശംസകൾ. തിരിച്ചങ്ങോട്ടും ചിഞ്ചു അനു, വാലന്റൈൻസ് ഡേ ആയിട്ട് നല്ല എന്താണ് നാളെ എന്താണ് പരിപാടി? ഞങ്ങള് നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ചിഞ്ചു. സോനുവിന് നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ അതാണ് ഒന്ന് തലേദിവസം തന്നെ വരാന്ന് വെച്ച്. പിന്നെ ഡിന്നർ കഴിക്കാനൊക്കെ പുറത്തു പോകും. അങ്ങനെ കുറച്ച് കുറച്ച് സന്തോഷങ്ങൾ. പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നുമില്ല. നൗഷാദ് അച്ചു, സൂപ്പർ മച്ചാൻസ്, ഐ ലവ് യു ടു. രണ്ടുപേരും സൂപ്പറാട്ടോ, താങ്ക് യു. സതീശ്രീ ദ്രാവിഡ്, പ്രണയദിന ആശംസകൾ ഇൻ അഡ്വാൻസ്. തിരിച്ചങ്ങോട്ടും ശങ്കരി ഇസബല്ല, ലവ് യു ചക്കരെ, വാലന്റൈൻസ് ഡേ, താങ്ക് യു. തിരിച്ച് ഹാപ്പി വാലന്റൈൻസ് ഡേ ശങ്കരി. ജോബി ജോസഫ്, സുഖമാണോ ചേട്ടന്മാരെ? സുഖമായിട്ടിരിക്കുന്നു. അലക്സ്, പ്രൗഡ് ഗേ. ശ്രീവിജയ ശ്രീ, ഗോഡ് ബ്ലസ്, താങ്ക് യു. ബിനീഷിനി, മച്ചാന്മാർ നിങ്ങൾ ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അമൃത കരുണാകരൻ, വാട്ട് ഈസ് ദ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ നമ്മളിപ്പോ എപ്പോഴും പറയാറുള്ള പോലെ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിരുന്നു, കേരള ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് സെയിം സെക്സ് മാരേജ് ലീഗലൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആകാംക്ഷയിൽ നോക്കിയിരിക്കുന്നു. അപ്പൊ അത് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ അതാണ് ആദ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണു അശോക്, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഒരു പാട്ട് പാടിക്കുന്നുണ്ട് ശങ്കരീസല്ല, അത് മാത്രം പറ്റത്തില്ല, അത് മാത്രം പറയല്ലേ. രേവതി രൂപേഷ്, രേരു ബ്രോസ്, ഹായ് രേരു. ഇന്ന് എവിടെ പോയിട്ടുണ്ട് അല്ലേ? മൂന്നാറോ എവിടെ പോയപ്പോ ഒരു ഇത് കണ്ടു, വീഡിയോ ക്ലിപ്പ് ഇട്ട് കണ്ടു. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇല്ല, ശ്യാമോഹൻ, ഹായ്. കുറെ പേരുടെ മെസ്സേജ് വരുന്നു. സ്വന്തമില്ല ഇനി രണ്ടുപേർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പ്രണയദിനാശംസകൾ, താങ്ക് യു. ശ്രീഹരി വി സതീഷ്, ഹായ് ഗൈസ്, ഹലോ. അജിത് വടക്കുംചേരി, ഹാപ്പി വാലന്റൈൻസ് ഡേ. രേവതി, പ്രണയദിനാശംസകൾ തിരിച്ചും. രേരുവിനെയും കണ്ണേട്ടനെയും ഇനിയും ഒരുപാട് വർഷങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പ്രണയിച്ചു പോട്ടെ. പ്രണയദിനാശംസകൾ. നീതു, റെയിൻബോ ലവ്, താങ്ക് യു നീതു. ജോ ആന്റണി, ഹലോ. ഡ്രസ് കോഡ് ഓക്കെ ആണല്ലോ ഭാരതി? അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഭാരതി. ഞങ്ങൾ ഇടയ്ക്ക് ഒരുപോലത്തെ ഇടും, ഇടയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇടും. അങ്ങനെ നമ്മളിപ്പോ ഗേ കപ്പിൾ ആയതുകൊണ്ട് ഒരേപോലത്തെ ഡ്രസ്സ് ഇടണമെന്നൊന്നും അങ്ങനെ റൂളൊന്നും ഇല്ല. നമുക്കിഷ്ടമുള്ളത് ഇടുക, അതല്ലേ. വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ ചിലപ്പോ ഞങ്ങൾക്ക് താല്പര്യം തോന്നുമ്പോൾ ഒരേപോലത്തെ ഡ്രസ്സ് ഇടും. ഞങ്ങൾക്ക് ചില സമയത്ത് ഇപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ രണ്ടുപേർക്ക് രണ്ട് ഡ്രസ്സാവും ചിലപ്പോൾ ഇഷ്ടപ്പെടാറ്. അപ്പൊ രണ്ടും എടുത്തിട്ട് വരും. ഒരേപോലത്തെ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളിൽ ഒരേപോലത്തെ എടുത്തിട്ട് വരും. അതൊക്കെയാണ്, അത്രയേ ഉള്ളൂ. അതില് ഡ്രസ് കോഡിൽ അത്രയേ ഉള്ളൂ. ഇടയ്ക്ക് അടിയിടാറുണ്ടോ രണ്ടാളും? ഞങ്ങൾ സ്ഥിരം ഇടാറുണ്ട്. ഇടയ്ക്കൊക്കെ അടി കൂടാറുണ്ട്. അത് അടി കൂടുന്ന ചില സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് സോനുവിന്റെ വൃത്തി ഇച്ചിരി കൂടുതലാണ്. എനിക്ക് വൃത്തിയില്ലായ്മയൊന്നും ഇല്ല, പക്ഷെ വൃത്തിയില് ഒത്തിരി വൃത്തിയൊന്നും എന്നെ സംബന്ധിച്ച് വേണ്ട. സോനുവിന് ഭയങ്കര വൃത്തിയാ. ഞാൻ ചിലപ്പോ ബിസ്ക്കറ്റ് ഒക്കെ എടുത്തിട്ട് കട്ടിന്റെ മുകളിൽ പോയി കിടന്നിട്ടൊക്കെ തിന്നും. അപ്പൊ ഓടി വരും എന്റെ പിന്നാലെ, അത് അവിടെ ഇട്ട് ഉറുമ്പ് വരുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അത് ചീത്ത പറയും. അപ്പൊ ഞാൻ ആ ബിസ്ക്കറ്റ് ആയിട്ട് സോഫയിൽ വന്നിരിക്കും. അപ്പൊ അത് വീണ്ടും ബിസ്ക്കറ്റിന്റെ ഒക്കെ വീഴും. അപ്പോഴും അത് ചീത്ത പറയും, അയ്യോ നമ്മുടെ ഇട്ടു ഇവിടെ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ചിലപ്പോ ചെറിയ പടക്കം വരാം. വലിയ അടി കൂടുതലൊന്നും ഇല്ല. കുറച്ചു നേരത്തെ പരിഭവങ്ങളേ ഉള്ളൂ. പിന്നെ ഇപ്പൊ അടുത്തുണ്ടായത് എന്താ, ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ക്യാമറ തലേദിവസം ഞാൻ സോനു ചാർജ് ചെയ്യാൻ വെക്കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സോനു ചാർജ് ചെയ്യാൻ വെച്ചു എന്നാ ഞാൻ വിചാരിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ സോനുവിനോട് പറഞ്ഞു ചാർജ് ചെയ്യാൻ വെച്ചില്ലേന്ന് വെച്ചപ്പോ ആന്ന് പറഞ്ഞു. ഫോട്ടോ എടുക്കാൻ പോയി, 2 ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഫോട്ടോ എടുത്ത ആള് പറഞ്ഞു ഇതേ ഒരു കട്ട് ചെയ്തിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സോനുവിന് ഒരു നോട്ടം നോക്കി, ഞാൻ ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു കട്ട്. അപ്പൊ സോനു അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കൊച്ചു കുറച്ച് നേരത്തുള്ള പിണക്കങ്ങൾ മാത്രമേ ഉള്ളൂ. അത് എല്ലാ ദമ്പതികളിലും ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയേ ഉള്ളൂ.
അല്ലാതെ കൂടുതൽ നേരം പിണങ്ങിയിരിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. അതെ, ഒരു 10-15 മിനിറ്റ് മാക്സ് അത്രേ ഉള്ളൂ. സോമരാജ്, seeing your smile face itself is spreading a positive energy. May you live happily ever after. Thank താങ്ക് you. യു അനു സോമരാജൻ, താങ്ക് യു സോ മച്ച്. എന്നാണ് തൃശ്ശൂർക്ക് രേവതി ഇറങ്ങാൻ രേവതി? ഇപ്പൊ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ വന്ന് സ്റ്റേ ചെയ്യണം. അപ്പൊ ഞാൻ തൃശ്ശൂർക്കുള്ള വരവ് വളരെ കുറവാണ്. വരുമ്പോ അറിയിക്കാം കേട്ടോ. അജിത് വടക്കംചേരി, ഇപ്പോഴും ആളുകളിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഒത്തിരി അനുഭവം ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇടുമ്പോ ഞങ്ങൾ പിന്നെ ഒരു പ്രശ്നം ആക്കണ്ടല്ലോ എന്ന് ഓർത്ത് മിക്കത് ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാണ് പതിവ്. ഇപ്പോഴും ഒത്തിരി ഇങ്ങനെ മോശം മെസ്സേജ് വരാറുണ്ട് മെസ്സഞ്ചറിൽ. പിന്നെ നമ്മൾ അതൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശം നമ്മുടെ സമാധാനം എങ്ങനെയും കളയാമെന്നായിരിക്കും. അപ്പം മാക്സിമം പ്രതികരിക്കാതിരിക്കുകയാണ് ചെയ്യാറ്. അതുപോലെ മോശം മെസ്സേജ് വരുമ്പോൾ അത്ര അത്യാവശ്യമാണെന്ന് തോന്നുമ്പോൾ എൻ്റെതായ രീതി മുന്നോട്ട് പോകും. മോശം മെസ്സേജുകൾ വരാറുണ്ട്, നന്നായിട്ട് നല്ല മെസ്സേജുകൾ ഒത്തിരി വരാറുണ്ട്, മോശം മെസ്സേജുകൾ ഒപ്പം വരാറുണ്ട്. നമ്മൾ ആ രീതിയിലേ ഇപ്പം എടുക്കാറുള്ളൂ. പിന്നെ ഈ കൂടുതൽ ഫേക്ക് ഐഡീസ് എന്നാണ് വരിക. അപ്പോൾ ഫേക്ക് ഐഡീസ് വരുമ്പോൾ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കാറില്ല. റിയൽ ഐഡീസ് വരുമ്പോൾ നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ. പ്രിൻസി, ഹലോ. ഹാപ്പി വാലന്റൈൻസ് ഡേ. പ്രിൻസി, രണ്ടുപേർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ കേട്ടോ. കണ്ടിട്ടില്ല അവർ പേര് ഒരുമിച്ച്. നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് വർഷ. എൻ്റെ മുത്തുമണികൾ, ഗോഡ് ബ്ലസ് യു ഡിയസ്. നിഷ് ബാബു, നിഷ്. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാട്ടോ. കുറച്ച് മെസ്സേജുകൾ എപ്പോഴും അതെ, എപ്പോൾ വന്നാലും നമുക്ക് കുറച്ച് മെസ്സേജുകൾ വായിക്കാൻ പറ്റാറുള്ളൂ. എല്ലാവരും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. താങ്ക് യു ഫോർ ഷെയറിങ് യുവർ ഹാപ്പിനെസ് ഗായ്. ഇറ്റ്സ് ഹോപ്പ് ഇൻ മൈ ലോൺലി ലൈഫ്. ഡോൺ പോൾ കുര്യാക്കോസ്. എല്ലാവർക്കും ഇപ്പം എൻ്റെ ജീവിത കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ തളർന്നു പോയ നിമിഷങ്ങളിലും പ്രതീക്ഷ കൊടുത്ത് ജീവിതത്തിലേക്ക് കയറി വന്നതാണ്. അപ്പം എല്ലാവർക്കും ആ ഒരു ഇത് മനസ്സിലുണ്ടാവണം. അപ്പം അത് കിട്ടും. നമ്മുടെ മനസ്സിന് ധൈര്യം കൊടുത്ത് കയറി വന്നാൽ നമുക്ക് പറ്റിയ ആളെ നമുക്ക് കിട്ടും. നമ്മുടെ മനസ്സ് നന്നായാൽ മതി, ആത്മാർത്ഥത ഉണ്ടായാൽ മതി. അപ്പം ആത്മാർത്ഥമുള്ള ഒരാളെ നമുക്ക് കിട്ടും. ക്യൂട്ട്, രണ്ടുപേരും കളിക്ക്. നിങ്ങളോട് അസൂയ തോന്നുന്നു. ഹാപ്പി വാലന്റൈൻസ് ഡേ ശ്രീകുട്ടി. അസൂയ ഒന്നും തോന്നണ്ട ശ്രീകുട്ടി. അസൂയ തോന്നാൻ മാത്രം ഒന്നും ഞങ്ങളിലില്ല. താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. പ്രിൻസി, ഹാപ്പി വാലന്റൈൻസ് ഡേ ബോത്ത് ഓഫ് യു. താങ്ക് യു പ്രിൻസി. അതിൽ ബിഗ് ബോസ് സീസൺ 3 ഇല്ല? ഫേക്ക് ന്യൂസ് ആണ്. ഇല്ല, കുറെ മെസ്സേജുകളായി. കഴിഞ്ഞ ആഴ്ചയിൽ കുറെ മെസ്സേജുകൾ വന്നു ബിഗ് ബോസിലുണ്ടോ എന്ന് വെച്ചിട്ട്. ഞങ്ങളെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോ പോയാലും ഞങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഔട്ട് ആവുള്ളൂ. അപ്പൊ വെറുതെ മെനക്കെട്ട് പോയിട്ടും കാര്യമില്ല. അങ്ങനെ പിന്നെ ഞങ്ങളെ വിളിച്ചിട്ടില്ല. അത് ആരൊക്കെയോ വെറുതെ പറഞ്ഞുണ്ടാക്കിയ ന്യൂസാണ്. ബിഗ് ബോസിൽ ഞങ്ങൾ ഉണ്ടെന്നുള്ളത് ഇല്ല, ഞങ്ങളെ വിളിച്ചിട്ടില്ല. ഡു യു ഫീൽ എ ചേഞ്ച് ഇൻ സൊസൈറ്റി റിഗാർഡിംഗ് LGBTQ? ഡെഫിനറ്റ്ലി. കാരണം ഈ ഇപ്പൊ കഴിഞ്ഞ 2 years ഒക്കെ ആയിട്ട് ഒത്തിരി ചേഞ്ചസ്. ഒരുപാട് ആൾക്കാരാണ് ഗേ കപ്പിൾ, ലെസ്ബിയൻ കപ്പിൾ, ട്രാൻസ്ജെൻഡേഴ്സിന്റെ തന്നെ വിസിബിലിറ്റി ഒത്തിരി കൂടി. അവർക്കുള്ള റൈറ്റ്സ് ഒത്തിരി കിട്ടാൻ തുടങ്ങി. ഗേ ലെസ്ബിയൻ ആൾക്കാർ ഒത്തിരി പുറത്തു വരാൻ തുടങ്ങി. ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഒരുപാട് ചേഞ്ചസ് കൂടുതലും സിറ്റീസിലാണ്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ചേഞ്ചസ് പതിയെ വന്നു തുടങ്ങി. ഏത് മാറ്റങ്ങളും അങ്ങനെ പതുക്കെയല്ലേ വരാറുള്ളൂ. ആദ്യം തുടങ്ങി പിന്നെ അങ്ങനല്ലേ മാറ്റങ്ങൾ. അപ്പോൾ സിറ്റീസിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് കാണാറുണ്ട്. സിറ്റീസിലെ ആൾക്കാർക്ക് ഇപ്പോൾ ഗേ ലെസ്ബിയൻ എന്താണെന്നൊക്കെ നന്നായിട്ട് അറിയാം. അവർ ഗേ കപ്പിളും ലെസ്ബിയൻ കപ്പിളും ഒക്കെ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. ഗ്രാമപ്രദേശങ്ങളിൽ കുറച്ച് പ്രശ്നമുണ്ട്. അത് പതിയെ മാറി വരും. അതിനെല്ലാവരും ഒരുപോലെ ശ്രമിക്കണം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് ഇതിലുണ്ട്. അപ്പോൾ അവരും അതിന് മുൻകൈ എടുക്കണം. അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവരുടെ കൂട്ടുകാരോടും എല്ലാം ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മാറ്റങ്ങൾ ഉറപ്പായിട്ടും വരും. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ, എനിക്ക് ഉറപ്പുണ്ട്, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടാകും. ഹായ് സൂര്യ, ഹായ് സന്തോഷ്, അനന്യ, ഒരുപാട് ലവ്, താങ്ക് യു. ഹൗ ഹാർഡ് ഇറ്റ് വാസ് ഫോർ യു ഗൈസ് ടു കം ഔട്ട് ഓഫ് ദ ക്ലോസറ്റ്? ബിബിൻ ബാബു. വളരെ ഡിഫിക്കൽട്ടായിരുന്നു. ഞങ്ങളുടെ പല ഇൻ്റർവ്യൂസിലും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോനും ഞാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും.
അല്ലേ സോനു? അത് നമ്മൾ പറയായിരുന്നു ഇന്നത്തെ ദിവസം മുഴുവൻ വേണ്ടി വരും അതൊക്കെ പറയാം. അതെ, ഇന്റർവ്യൂലും ശരിക്കും അത് പറയാൻ പറ്റിയിട്ടില്ല. അതിലും വിഷമമുള്ളതാണ് കമ്മിങ് ഔട്ട് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും. എസ്പെഷ്യലി നമ്മള് ഇപ്പൊ കേരളം പോലത്തെ ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഞങ്ങള് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ്. പിന്നെ ആദ്യമായിട്ട് തുറന്നു പറഞ്ഞു വന്ന കപ്പിളും കൂടിയാണ് ഞാൻ സോനു കേരളത്തിലെ പുരുഷ സൗഹൃദ ദമ്പതികൾ. അപ്പൊ അങ്ങനെ വരുമ്പോ ശരിക്കും നമ്മൾ ആദ്യമായിട്ടൊക്കെ തുറന്നു പറഞ്ഞു വരുമ്പോ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ പിന്നാലെ പിന്നാലെ വരുന്നവർക്ക് ആ ബുദ്ധിമുട്ട് കുറഞ്ഞു 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 ഇങ്ങനെ വരും. പക്ഷെ ആദ്യമായിട്ടൊക്കെ ഇത് വന്ന് പറയുമ്പോൾ ഇത്രയും റിലീജിയസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുള്ള, ഇത്രയും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പാവം, അവരൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലൈവ് വന്നപ്പോഴും ഞാനത് പറഞ്ഞായിരുന്നു. അവരോടുള്ള നന്ദി ഒരിക്കലും പറഞ്ഞാൽ തീരില്ല, വാക്കുകൾ കൊണ്ട് അത് പറയാൻ പറ്റില്ല. അവരെ ഒത്തിരി ഞങ്ങൾ ബുദ്ധിമുട്ടി അത്ര തന്നെ അവർക്കും ബുദ്ധിമുട്ടുകൾ പല രീതിയിലും ഉണ്ടായി. പക്ഷെ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ അത് ചെയ്തത്. ഇപ്പൊ ഞങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് കപ്പിൾസ് വന്നു, ഗേ കപ്പിൾ വന്നു, ലെസ്ബിയൻ കപ്പിൾ വന്നു. അപ്പൊ ആ മാറ്റങ്ങൾ തന്നെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ മാറ്റങ്ങൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയെങ്കിലും ആ മാറ്റങ്ങൾ ഇവിടെ കേരളത്തിൽ വിസിബിൾ ആയിട്ട് കാണുമ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഏട്ടായിമാരെ ഷിബിൻ, ഹായ് ഷിബിൻ. Both are looking good, dears. Thank you, Dheeraj. Anyways, nice attire both. Thank you. Hi, Muthumanis, Bindu Krishnan. അജിത്ത് വടക്കാഞ്ചേരി, പുറത്തൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് കോൺഷ്യസ് ആവാറുണ്ടോ? ഒരു ഭയം ഉണ്ടാവാറുണ്ടോ? ഭയമൊന്നും ഉണ്ടാവാറില്ല, എന്നാലും തിരിച്ചറിയാറുണ്ട് ആൾക്കാർ പോകുമ്പോൾ. ഇടയ്ക്ക് ലുലു മാളിൽ അവിടെ മാസ്ക് ഇട്ടിട്ട് പോകുമ്പോൾ തന്നെ ആൾക്കാർ തിരിച്ചറിയാറുണ്ട്. എന്നാലും ഭയമൊന്നും തോന്നാറില്ല. ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ ആരും ഉപദ്രവിക്കാൻ പോയിട്ടില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളെന്തിനാ ഭയക്കണ്ട? ഭയമൊന്നുമില്ല. ഭയമില്ല, പ്രത്യേകിച്ച് നമ്മുടെ എറണാകുളം പോലെയുള്ള സ്ഥലത്ത് ഭയമില്ല, ഭയക്കേണ്ട കാര്യമില്ല. എറണാകുളത്തല്ല, എനിക്ക് എവിടെ പോകാനും ഭയമില്ല. കാരണം നമ്മൾ ഒരാളെ പോലും ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ എന്തിനാ നമ്മൾ ഭയക്കേണ്ട കാര്യം? ഭയമില്ല. സന്തോഷം ഒരുമിച്ച് കാണുമ്പോൾ സപ്പോർട്ട് ഉണ്ട് അപ്പോഴും. വിഷ്ണു വിജയചന്ദ്രൻ, താങ്ക് യു വിഷ്ണു. ഇനിയിപ്പോ നാളെ വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഏറ്റവും നിങ്ങളുടെ മനസ്സിനെ ടച്ചിങ് ആയിട്ടുള്ള മലയാളത്തിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രണയ സിനിമ അതൊന്ന് പറയും. ഓരോരുത്തരും അവരാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരൊറ്റ പറയാൻ പാടുള്ളൂ. ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള മലയാളത്തിലെ ഒരു പ്രണയ സിനിമ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പൊ എന്റെ ഓർമ്മയിൽ പറയുമ്പോ സോനു ഇത് വരുമ്പോ പറയട്ടോ, സിനിമയുടെ പേര് വരുമ്പോ പറയും. ചന്ദ്രോത്സവം. എനിക്ക് എന്റെ മനസ്സിലൊക്കെ വരുമ്പോ കുറെ സിനിമകളുണ്ട്. ഇപ്പൊ അന്നേ റസൂലും ഇഷ്ടായിരുന്നു, പിന്നെ മായാനദി ഇഷ്ടായിരുന്നു, അനിയത്തിപ്രാവ് ഒത്തിരി ഇഷ്ടായിരുന്നു, ചിത്രം ഒത്തിരി ഇഷ്ടായിരുന്നു, നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമയായിരുന്നു. പിന്നെ ഏതൊക്കെയായിരുന്നു സോനു? ആ സിനിമകളൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള സിനിമകളായിരുന്നു. മായാമയൂരം, ബിബിൻ ബാലും. മായാമയൂരം, തട്ടത്തിൻ മറയത്ത് വിഷ്ണു. തട്ടത്തിൻ മറയത്ത് നല്ല സിനിമയായിരുന്നു. നിറം, ഉണ്ണികൃഷ്ണൻ, നിറം നല്ലതായിരുന്നു. ചന്ദ്രോത്സവം, നിറം, എന്ന് നിന്റെ മൊയ്തീൻ. യെസ്, എന്ന് നിന്റെ മൊയ്തീൻ. അത് മറക്കാൻ പറ്റുമോ? ഇത് നല്ല പ്രണയ സിനിമയായിരുന്നു. മഴ, അനു സോമരാജൻ. തന്മാത്ര, ഷിബിൻ. തന്മാത്ര ലവ് സ്റ്റോറി, അങ്ങനെ. തന്മാത്ര, ഓക്കെ. നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ, ഞാൻ പറഞ്ഞതില്. നിറം, പ്രേമം, അപ്പൂച്ചിയ, ദേവരാഗം. യെസ്, ദേവരാഗം നല്ല സിനിമയായിരുന്നു. ദേവരാഗം. ദേവദൂതൻ, ദേവദൂതൻ നല്ല ബ്യൂട്ടിഫുൾ ഫിലിമായിരുന്നു. ദേവദൂതൻ സോനു കണ്ടിട്ടില്ല? ദേവദൂതൻ നല്ല സിനിമയായിരുന്നു. എന്ന് നിന്നെ പൂജിക്കാം, എന്ന് നിന്നെ പൂജിക്കാം. ഞാന് മൊയ്തീൻ, അനിയത്തിപ്രാവ്, വന്ദനം. വന്ദനം. അതൊക്കെ ആലോചിക്കുമ്പോ എപ്പോഴും വന്ദനം, ചിത്രം, താളവട്ടം, എനിക്കൊക്കെ ഭയങ്കര മനസ്സിനെ കൊണ്ടിട്ടുള്ള സിനിമകളായിരുന്നു അതൊക്കെ. പിന്നെ പഴയ ആൾക്കാരുടെ എടുത്തു കഴിഞ്ഞാൽ ചെമ്മീനൊക്കെ ആയിരിക്കും അല്ലേ. നമ്മുടെ അച്ഛനും അമ്മയുടെ ഒക്കെ കാലഘട്ടം എടുക്കുമ്പോ ചെമ്മീനൊക്കെ ആയിരിക്കും. അഴകിയ രാവണൻ ഇഷ്ടം, മൊയ്തീൻ, പീലിക്കാവ്, മായാനദി ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായിരുന്നു മായാനദി.
പിന്നെ രണ്ട് സ്വർഗ പ്രണയം കാണിച്ച സിനിമ ഉണ്ടായിരുന്നില്ലേ? മൂത്തോനിലെ സ്വർഗ പ്രണയം, അത് സൂപ്പറായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. പ്ലീസ് എന്ന് നിന്നെ പൂജിക്കാൻ പാടുമോ സനൽ? അയ്യോ, പാട്ട് പിന്നെ മാത്രം ഒരിക്കൽ പാടാം സനൽ. ഇപ്പൊ പാടുന്നില്ല, ഇപ്പൊ ഒന്നാമത് എന്റെ മൂക്കൊക്കെ അടങ്ങിയിരിക്കുക. അശ്വന്ത് ഹായ് ബ്രദേഴ്സ്. ചിഞ്ചു നിറം. ക്ഷണക്കത്ത് ക്ഷണക്കത്ത് നല്ല സിനിമയായിരുന്നു. അഡ്വാൻസ് ഹാപ്പി വാലന്റൈൻസ് ഡേ ഹിസാന. ചിന്നു ബ്രോക്ക് ബാക്ക് മൗണ്ടൻ. അയ്യോ, ഇംഗ്ലീഷിലേക്കൊക്കെ പോയോ? നമ്മള് മലയാളത്തില് ചോദിച്ചതേട്ടാ. സോനു എന്താ മിണ്ടാത്ത? സോനു മിണ്ടിയേ ഞാൻ പൊതുവെ ഇത്ര എന്നാലും ആ കമന്റ്സ് ഇങ്ങനെ വായിച്ച, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ എല്ലാരും കുറ്റപ്പെടുത്തു, ഞാൻ മാത്രം ഇങ്ങനെ പറയുമെന്ന് പറയും. സോനു ചേട്ടൻ എന്താ മിണ്ടാത്ത? അപ്പൊ സോനുവിനുള്ള കമന്റ്സ് കുറച്ച് നേരം സോനു വായിക്കുന്നതായിരിക്കും. വന്ദനം. ആശിഷ് ബാലകൃഷ്ണൻ ഹായ്. ഹായ് ആശിഷ്. ഹേമ ആർ നായർ ഹായ്. മയിൽപ്പീലിക്കാവ് നിറക്കൂട്ട്. മയിൽപ്പീലിക്കാവ് നല്ല സിനിമയായിരുന്നു. പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ ചോദിച്ചേട്ടാ, നിങ്ങൾ കുറെ പേരുകൾ അല്ല, നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ടച്ചിങ് ആയിട്ട് വന്നൊരു ഫിലിം മലയാളത്തില് എന്നതിന്റെ മൊയ്തീൻ. നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് സിനിമയെ പറയുന്ന നോക്കാം. ഞങ്ങളുടെ ലൈവ് എൻഡായി കഴിയുമ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാം ഏറ്റവും കൂടുതൽ ഏത് സിനിമേനെയാ എല്ലാവരും പറഞ്ഞു എന്നുള്ളത്. ഗ്യാരറ്റ് നൊലാൻ സോനു ഇൻട്രോവേർട്ട് ആണ്. തീർച്ചയായിട്ടും 100% ഇൻട്രോവേർട്ട് ആണ്. ശ്രുതി ശ്രീനിവാസ് സഞ്ചാരം, ദ ജേണി, നല്ല ഫിലിമായിരുന്നു. കൃഷ്ണ ചിന്നൂസ് രണ്ടാളും വാലന്റൈൻസ് ഡേ സർപ്രൈസ് സെറ്റ് ആക്കിയോ? സർപ്രൈസ് ഒന്നുമില്ല, ഞങ്ങള് 3 വർഷമായിട്ട് ഒരുമിച്ചാണ്. അപ്പൊ സർപ്രൈസ് ഒന്നുമില്ല, ഞങ്ങൾ പിന്നെ ഒരു ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് കൈമാറും, ഡിന്നർ കഴിക്കാൻ പോകും. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ 3 വർഷമായി കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ സർപ്രൈസ് എന്നുള്ള രീതിയൊന്നും ഇല്ല. പക്ഷെ രണ്ടുപേരും എൻജോയ് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ള രീതി നമുക്ക് അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം അറിയാം. പുറത്തു പോവുക, ഫുഡ് കഴിക്കുക, യാത്രകൾ പോവുക, ഇതൊക്കെയാണ് ഇഷ്ടം. പിന്നെ ഗിഫ്റ്റ് എന്ന് പറയുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ വാലന്റൈൻസ് ഡേ എന്ന് വിചാരിച്ച് അങ്ങനെയുള്ള ഗിഫ്റ്റ് ഒന്നുമില്ല. ചോക്ലേറ്റ് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ ഞങ്ങൾ എന്നും ഒരുമിച്ച് തന്നെയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഗിഫ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. അത് ഈ ഒന്നിച്ച് ജീവിക്കാതെ പ്രണയിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെയാണ് അങ്ങനെ കുറെ കൊടുത്ത്. നമ്മളെപ്പോഴും ഒരുമിച്ചല്ലേ, സമയം ഒരുമിച്ചാണ്. രണ്ടാളും ഒന്ന് പാട്ട് പാടാം ഇല്ല. പിന്നെ ഒരിക്കൽ വരുമ്പോ പാടാം കേട്ടോ. മീനത്തിൽ താലികെട്ട് ധീരജ്. അനാർക്കലി സിനിമോൾ. അനാർക്കലി സൂപ്പർ ഫിലിമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അനാർക്കലിയുടെ പേര് ഡെഫിനറ്റ്ലി വരണം. പിന്നെ ഏതെങ്കിലും പേരുകൾ നമ്മൾ പറയാൻ വിട്ടു പോയിട്ടുണ്ടോ ഫിലിമില്? എനിക്ക് ഹിന്ദിയിലെ അടുത്തിടെ ഉണ്ട്, പുതിയതല്ല, സനം തേരി കസം, അത് ഒത്തിരി ഇഷ്ടമായി. അത്ര ഹിറ്റായില്ല, എന്നാലും അതൊരു ലവ് സ്റ്റോറി ആയിരുന്നു. മലയാളത്തില് എല്ലാം പഴയ സിനിമകളാണ്. മലയാളത്തിലെ അനിയത്തിപ്രാവൊക്കെ ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അന്നേ റസൂലും ബ്യൂട്ടിഫുൾ ഫിലിമാണ് അന്നേ റസൂലും. പിന്നെ ചിത്രം, മോഹൻലാലിന്റെ ഒക്കെ പഴയ സിനിമകള്, ലാലേട്ടന്റെ പഴയ സിനിമകള്, അത് ഇപ്പൊ വന്നാലും ഇരുന്ന് കാണും. ചിത്രം, താളവട്ടമൊക്കെ ഞാൻ ഇപ്പോഴും TV ചാനൽസ് ഒക്കെ വെക്കുമ്പോൾ അത് വന്നു കഴിഞ്ഞാൽ കാണും. ദേവരാഗം ഒക്കെ എന്ത് രസമായിരുന്നല്ലേ. ഇപ്പോഴത്തെ ഫിലിംസ് നല്ലത് തന്നെയാ. അപ്പൊ മായാനദി അടുത്ത് വന്നല്ലേ, മായാനദി ഞാൻ ഇപ്പൊ അടുത്ത് TV വന്നിട്ട് മായാനദി കണ്ടായിരുന്നു. വീണ്ടും കാണുമ്പോ അതൊക്കെ കാണുമ്പോ എന്തോ ഒരു ഫീലാ നമുക്ക്. പ്രണയം ഇഷ്ടപ്പെടാത്ത ആരാല്ലേ? ഇപ്പൊ ഒരിക്കലെങ്കിലും പ്രണയിക്കാൻ പറ്റാതെ പോയവർക്ക് അതൊരു നഷ്ടം തന്നെയായിരിക്കും. തേപ്പ് കിട്ടിയാലും കുഴപ്പമില്ല, ഒരിക്കലെങ്കിലൊക്കെ പ്രണയിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പ്രണയം എന്താണെന്നുള്ളത് ഒരിക്കലെങ്കിലും ലൈഫിൽ നമ്മൾ അറിയണം. കാരണം ആ ഒരു ഫീല്, പ്രണയത്തിന് ഇപ്പൊ നമുക്കൊരു ഡെഫിനേഷൻ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പ്രണയത്തിന് ലവിനൊരു ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റൂ. ലവിനൊരു ഡെഫിനേഷൻ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതൊരു ഫീലാണ്, അത് അനുഭവിക്കുമ്പോൾ അറിയുന്ന ഒരു ഫീല്. അത് എല്ലാവർക്കും അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. നന്ദനം കുറെ കമന്റ്സ് ഒക്കെ വിട്ടുപോയി. പക്ഷെ നമുക്ക് അവസാനം നമ്മൾ കൗണ്ട് ചെയ്യാട്ടാ. ഈ കമന്റ്സിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഏത് ഫിലിമിനെയാ വന്നുള്ളത് എന്നുള്ളത് നമുക്ക്. ലാലേട്ടൻ ഫാനാണോ? ലാലേട്ടൻ ഫാനാണ്.
രണ്ടുപേരും ലാലേട്ടൻ ഫാനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ. ലവ് യു ഗൈസ്. അശ്വന ജന അശ്വന്ത്, താങ്ക് യു ടാ, താങ്ക് യു അശ്വന്ത്, നന്ദി. പ്രിയേഷ് മേലെടുത്ത് മുത്തുമണികൾ. നിങ്ങൾ മുടിഞ്ഞ ഗ്ലാമറാണ് കേട്ടോ. അയ്യോ, പറഞ്ഞു പൊക്കല്ലേ സിരി, ജയിച്ചു പോട്ടെ. താങ്ക് യു, നന്ദി. ദക്ഷാമോഹൻ, ഇപ്രാവശ്യം ദക്ഷ വരാൻ വൈകിയല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ലൈവ് ഇട്ടപ്പോ ആദ്യത്തെ കമന്റ് ദക്ഷാമോഹന്റെ ആയിരുന്നു. ഇപ്രാവശ്യം കുറച്ച് താഴേക്ക് വന്നു. താങ്ക് യു ദക്ഷ. നിങ്ങളുടെയൊക്കെ ഈ സപ്പോർട്ട് ഉണ്ടല്ലോ, ഒത്തിരി നന്ദി. കാരണം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ കയറി വരാനുള്ള ഒരു പ്രചോദനമാണ്. നമ്മളിപ്പോ ഏറ്റവും തുടക്കത്തിലിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ, ഒത്തിരി ആൾക്കാർ പുറത്തു വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ ഈ സപ്പോർട്ട് കാണുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് പുറത്തു വരാനുള്ള ഒരു പ്രചോദനമാവും. നമുക്ക് അതാ ചെയ്യാൻ പറ്റുള്ളൂ. ആരെയും ഫോഴ്സ്ഫുള്ളി ഒന്നും ഇപ്പൊ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. പിന്നെ ഓരോരുത്തരുടെ സാഹചര്യം വ്യത്യസ്തമായിരിക്കും. ജോലി ജീവിതം ഒക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷെ നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ, ഇത്രയും സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ടെന്ന് കാണുമ്പോൾ അവർക്ക് ഉറപ്പായിട്ടും പുറത്തു വരാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ താങ്ക് യു സോ മച്ച്. ലൈവ് കാണാൻ ശരിക്കും ഇഷ്ടമാണ് അശ്വതി. എക്സാം ഉണ്ട് കേട്ടോ, പോട്ടെ. ശരി, നന്നായിട്ട് പഠിക്കുക അശ്വതി. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. നിങ്ങളുടെ ചിരി വല്ലാത്ത. താങ്ക് യു. ആ സിനിമയുടെ പേര് പറയണതൊക്കെ നിർത്തിയോ? വിഷ്ണു, ഹലോ, എന്റെ പേര് പറയാമോ? വിഷ്ണു വി പുഷ്പലത. ഹായ് വിഷ്ണു. മുരുകൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണുകൾ മനോഹരമാണ്. എന്നും നന്മയുടെ സുന്ദരമായ കണ്ണുകൾ. താങ്ക് യു സോ മച്ച്. ശരി അനീറ്റ, ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞങ്ങൾക്ക് കുറെ പേരുടെ മെസ്സേജുകളൊന്നും വായിക്കാൻ പറ്റിയിട്ടില്ല. വിഷ്ണു ഞങ്ങളോട് ദേഷ്യം തോന്നരുത് കേട്ടോ. നിങ്ങൾ കൂടി അവകാശപ്പെട്ട ലോകം ആസ്വദിക്കൂ. നന്ദി, താങ്ക് യു. പ്രിയേഷ് മേലെടുത്ത്, നിങ്ങൾ കണ്ണൂര് വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. രമ്യ, നിങ്ങളെ ഒരുപാട് ഇഷ്ടം. താങ്ക് യു രമ്യ, താങ്ക് യു സോ മച്ച്. നിങ്ങളെയും എനിക്ക് എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള എല്ലാവരെയും, സോനുവിന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള എല്ലാവരെയും ഞങ്ങൾക്കും രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടമാണ്. റഷീദ് ചേമാടൻ, നിങ്ങളെ കാണുമ്പോൾ മനസ്സിന് ഒരു സന്തോഷമാണ്. താങ്ക് യു. നിങ്ങൾ പൊളിക്കിയ ബ്രോസ്. ബീൻ സാംസൺ. മീനത്തിൽ താലികെട്ട് ഓൾ ടൈം ഫേവറേറ്റ്. മീനത്തിൽ താലികെട്ട് നല്ല ഫിലിമായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എന്റെ ഫേവറേറ്റ് അല്ല, എന്നാലും എനിക്ക് ഇഷ്ടമായിരുന്നു മീനത്തിൽ താലികെട്ട്. മനുരംഗൻ, വാലന്റൈൻസ് ഡേ എനിക്കൊരു ഹായ് തരുമോ? ഹായ് മനു, ഹാപ്പി വാലന്റൈൻസ് ഡേ. രണ്ടുപേർക്കും കേട്ടോ മനു, ഹാപ്പി വാലന്റൈൻസ് ഡേ. സന ബാബു, എല്ലാവരോടും ഒത്തിരി മെസ്സേജ്. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഒത്തിരി മെസ്സേജുകൾ നമുക്ക് പലതും വായിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെപ്പോലെ ആളുകൾക്കൊരു പ്രത്യേകതയില്ല. നിങ്ങളും ഞങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമല്ല. ഞങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ആകെ വ്യത്യാസമുള്ളത് സെക്ഷൽ ഓറിയന്റേഷൻ മാത്രമാണ്. അതായത് ഞങ്ങളുടെ സെക്ഷൽ ഓറിയന്റേഷൻ ഗേ ആണ്. ഇപ്പൊ നിങ്ങളിൽ പലരും ഹെട്രോസെക്ഷൽ ആയിരിക്കും, അതായത് സ്ട്രെയിറ്റ് ഹെട്രോസെക്ഷൽ ആയിരിക്കും, അല്ലെങ്കിൽ ബൈസെക്ഷൽ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. ആ കൂടി സെക്ഷൽ ഓറിയന്റേഷൻ്റെ ഒരു വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. താങ്ക് യു. അങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ വായിക്കുമ്പോൾ സന്തോഷം. ഞാൻ നിങ്ങളുടെ ഫോട്ടോയിൽ കമന്റ് ചെയ്യാറുണ്ട്. വിഷ്ണു എന്ന് തോന്നുന്നു മെസ്സേജ്. താങ്ക് യു. ഇനി എന്താ സൗകര്യം നമുക്ക് പറയാനുള്ളത്? നമ്മുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് നമ്മൾ ലൈവ് വരുന്നത്, അപ്പൊ ആ വരുന്ന സമയത്ത് നമ്മളെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറ് എല്ലാവരുമായിട്ടും. ഇനി ഇപ്പൊ എനിക്ക് തോന്നുന്നു നിന്റെ മൊയ്തീനെ കുറെ കമന്റ്സുകൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫേവറേറ്റ് ഫിലിം, മലയാളത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള പ്രണയ ഇത് ഇഷ്ടമുള്ള സിനിമ പറയാൻ പറഞ്ഞിരുന്നു. കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിറം, എന്ന് നിന്റെ മൊയ്തീൻ, അനാർക്കലി, ഇതൊക്കെ കുറെ വന്നിട്ടുണ്ട്. എന്ന് നിന്റെ മൊയ്തീനാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ വന്നത്. എന്റെയും ഫേവറേറ്റ്സിലാണ്. ഫേവറേറ്റ്സിൽ എന്ന് നിന്റെ മൊയ്തീനുണ്ട്. ആ സിനിമ ഈ പറഞ്ഞ പോലെ 3-4 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ടച്ചിങ് ആയിരുന്നു. മാളു ചേട്ടായിസ്, ഞങ്ങളുടെ പെങ്ങളൂട്ടി മാളു, സന്തോഷം. വിനു, ശരിക്കും എവിടാണ് സ്ഥലം? ഞങ്ങള് എറണാകുളത്ത് കാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്.
മാളു സുഖല്ലേ? മാളു വന്നു പോയി, ഒന്നും കണ്ടില്ല. ശോഭ വന്നില്ല. ശോഭ നമ്മുടെ സ്ഥിരം ഫ്രണ്ട്സുകളാണ്. ബിജു ഹായ്, മനോജ് ഹായ്. എന്നാ പാട്ട് പാടുന്നത്? എപ്പോഴെങ്കിലും ഒരു ദിവസം ഇപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്ക് അടയുന്നുണ്ട്. ഇപ്പൊ മൂക്ക് അടഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ പാട്ട് പാടല്ലേ? എപ്പോഴെങ്കിലും ലൈവ് വരുമ്പോൾ പാടും. എന്റെ നമ്മുടെ കൂട്ടുകാരല്ലേ, നമ്മളിപ്പോ ഗായകരൊന്നും അല്ലല്ലോ. അത്ര ശ്രുതിയും ഇതൊക്കെ നോക്കിയിട്ട് പാടാനും ഇപ്പൊ എന്താ, അങ്ങനെയൊന്നും പാടേണ്ട ആവശ്യമില്ല. പാടും, എപ്പോഴേലും പാടും. ഞാൻ പാടി അപ്പൊ ഓടും ആൾക്കാർ എല്ലാവരും. ഫ്രണ്ട്സൊക്കെ ലൈവ് നിർത്തി ഓടും. അതപ്പൊ ഉണ്ടാവുക. പാടാം, എപ്പോഴെങ്കിലും ഒരു ദിവസം പാടാം കേട്ടോ. ക്രിസ്ത്യൻ ജയന നന്ദകുമാർ, കാലം മാറി സഹോദര, ഞാൻ നിങ്ങളെ ഈ കൃതാർത്ഥനായി. സമൂഹം ലവ് യു. പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു കാലം വരും. തീർച്ചയായിട്ടും പയ്യെ പയ്യെ മാറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും ഇനിയുള്ള ജനറേഷനിലെ ഗേ കപ്പിൾസ്, ലെസ്ബിയൻ കപ്പിൾസ്, ട്രാൻസ്ജെൻഡേഴ്സ് അവർക്കൊന്നും അനുഭവിക്കാനുള്ള ഇട ഉണ്ടാവരുത്. എന്റെ മനസ്സിലെപ്പോഴും അതാണ്, ഞങ്ങളുടെ മനസ്സിൽ. ഇപ്പൊ ഒക്കെ ജനിച്ചുകൊണ്ടിരിക്കുന്ന ഗേ, ലെസ്ബിയൻ, ട്രാൻസ്ജെൻഡേഴ്സ് അവർക്കൊക്കെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവണം. അതാണ് ആഗ്രഹം. പിന്നെ ഇന്ന് കാണുന്ന വിസിബിലിറ്റി ഒത്തിരി പേരുടെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ടാണ്. ഒത്തിരി പേര് ഇങ്ങനെ കമ്മിങ് ഔട്ട് ചെയ്ത് അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഞങ്ങൾക്കും ധൈര്യം കിട്ടിയത്. തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ, എത്രയോ പേര് ഇപ്പൊ പ്രണയ ദിനത്തിൽ അത് പറയണം. കാരണം സ്വർഗ പ്രണയം പ്രണയിച്ചിട്ട് വീട്ടുകാർ സമ്മതിക്കാതെ അല്ലെങ്കിൽ നാട്ടുകാരെ ഭയന്നിട്ടൊക്കെ എത്രയോ 2 ആൺകുട്ടികള് കുളത്തിൽ ചാടി മരിച്ചിരിക്കുന്നു, ട്രെയിനിന്റെ മുമ്പിൽ ചാടി മരിച്ചിരിക്കുന്നു. എത്രയോ പെൺകുട്ടികള്, 2 പെൺകുട്ടികൾ ഇതുപോലെ പുഴയിൽ ചാടി മരിച്ചിരിക്കുന്നു, ആത്മഹത്യ കെട്ടി തൂങ്ങി മരിച്ചിരിക്കുന്നു. അപ്പൊ അവർക്ക് പ്രണയിച്ചിട്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള സാഹചര്യം കൊടുക്കാതെ മരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് എന്ത് ക്രൂരതയത് അല്ലേ? എന്ത് ക്രൂരത. അപ്പൊ അവരുടെ ഒക്കെ ഇതാണ്. അവരൊക്കെ അങ്ങനെ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ അവരൊക്കെ ആലോചിക്കുകയാണ്. കാരണം അവരൊക്കെ കഷ്ടപ്പാടും അവരുടെ പ്രയാസങ്ങളും അവര് ആ മുള്ളുമ്മ ചവിട്ടി വന്നതിന്റെ ഒക്കെയാണ് ഞങ്ങളിപ്പോ അനുഭവിക്കുന്ന ഈ ഒരു എന്താ പറയാ, നിങ്ങളുടെ ആക്സെപ്റ്റൻസ് വന്നതും പുറത്തു പറഞ്ഞതും ഒക്കെ. അപ്പൊ ഇനിയുള്ള ആൾക്കാർക്കും ഇപ്പൊ ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകള് അവർക്ക് കുറേയും കൂടി നല്ല രീതിയിൽ ജീവിക്കാൻ ഉള്ള പ്രചോദനം അവർക്ക് അതായിരിക്കും. കാരണം ഞങ്ങൾ ഒത്തിരി കണ്ണീര്, ഒത്തിരി കണ്ണീര് ഒഴുക്കിയിട്ടുണ്ട് ജീവിതത്തില്. ഇപ്പൊ ഈ സെക്ഷൽ ഓറിയന്റേഷൻ ഗേ ആയതിന്റെ പേരില് ഒരുപാട് വീട്ടിൽ നിന്നാണെങ്കിലും, തുടക്കത്തില് വീട്ടിൽ നിന്നാണെങ്കിലും, നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും, ബന്ധുക്കള്, മൊത്തത്തില് സമൂഹം ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇനി വരുന്ന ജനറേഷന് അതൊരു ഗുണമായിട്ട് വരട്ടെ. ഞങ്ങളുടെ വേദനകള് അത് അവർക്ക് പ്രയോജനമായിട്ട് മാറട്ടെ. നികേഷന്റെ ചിരി നല്ല ഭംഗി. രമ്യ താങ്ക് യു. എന്നെ സോപ്പിട്ട് ഇങ്ങനെ കേട്ടിട്ടാട്ടോ, മുകളിൽ ഇങ്ങനെ പോകും ഞാൻ. താങ്ക് യു സോ മച്ച്. സോനു ഒന്ന് പാട്ട് പാടുന്നു. സോനു പാടിയ പാടിക്കോ. ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ പാടി നടക്കും എന്റെ മുമ്പില്. ജസീം മുത്തുമണീസ്, താങ്ക് യു ജസീം. റഷീദ് സൂപ്പർ. ഈ നമ്മള് നാളെ വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പൊ പ്രണയത്തെ കുറിച്ച് തന്നെ കൂടുതൽ പറയേണ്ടത് തോന്നുന്നു. പ്രണയത്തിന് ശരിക്കും പറഞ്ഞ പ്രണയത്തിന് എന്താ ജാതിയില്ല, മതമില്ല, വയസ്സ്, പ്രായമില്ല, ലിംഗമില്ല. എന്താ പ്രണയത്തിനൊന്നുമില്ല. 2 വ്യക്തികൾ തമ്മിൽ പ്രണയത്തിലായ പ്രണയമാണ് അല്ലെ? എന്റെ മനസ്സിലുള്ള ഞാൻ പറയുന്നത് കേട്ടോ. നമ്മള് ഈ കുറെ മനുഷ്യരായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വേലിക്കെട്ടുകളാണ് ഈ പ്രണയത്തിന്. പ്രായമുണ്ട്, ലിംഗമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജാതി, മതം, ഇതൊക്കെ കുറെ വൃത്തിയായിട്ട മനുഷ്യരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വേലിക്കെട്ടുകളാണ്. സത്യം പറഞ്ഞാൽ ഇതൊന്നുമില്ല. 2 പേര് തമ്മില് പ്രണയം ഉടലെടുക്കാൻ ഒന്നും വേണ്ട. 2 പേർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്രണയം എന്നുള്ള ഫീൽ വന്നാൽ അത് പ്രണയമാണ്. അപ്പൊ ആ 2 പേർക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു ഇത് നമ്മുടെ സൊസൈറ്റിക്ക് ഇപ്പോഴും ആയിട്ടില്ല, നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും അത് ആയിട്ടില്ല. ജസ്റ്റിൻ ഇസ്രായേൽ, പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്, അതാണ് സത്യം, ബാക്കിയൊന്നും അധികം നിലനിൽക്കില്ല. ഉദാഹരണങ്ങൾ പലത് ഉണ്ട് നമുക്ക് മുന്നിൽ. എനിക്ക് അറിഞ്ഞൂടെ എന്താ പ്രകൃതി നിയമം എന്ന്, ഒന്ന് പറഞ്ഞു തരൂ. അത് 18ാം നൂറ്റാണ്ടിൽ ഇപ്പോഴും ജീവിക്കുന്ന ജസ്റ്റിനെ പോലെയുള്ള ആൾക്കാർക്ക് അങ്ങനെ തോന്നാം. പക്ഷെ ഞങ്ങള് പ്രകൃതി നിയമം നോക്കിയല്ല ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയമമുണ്ട്. ഏതായാലും നിങ്ങളുടെ ജസ്റ്റിന്റെ ജീവിതത്തിൽ ഏതായാലും എല്ലാ നിയമങ്ങളും നോക്കി ജീവിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. നമ്മള് ഈ പറഞ്ഞ പോലെ
വിവരമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അവരോട് എത്ര പറഞ്ഞു മനസ്സിലാക്കിയാലും അവർക്ക് മനസ്സിലാവില്ല. അതെ അവർക്ക് എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ല. അപ്പൊ പിന്നെ അത് ആ വഴിക്ക് പോട്ടെ, അത്രേ ഉള്ളൂ. വിവരമില്ലാത്തത് അവരെ വിവരമില്ലായ്മ ഒരു കുറ്റമല്ല, പക്ഷെ വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കാതിരുന്നാ മതി. അതെ, ഞാൻ കമന്റ് ഇട്ടുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ അറിവ് എന്താണ്, വിവരം എന്താണെന്ന് അതിൽ കൂടെ മറ്റുള്ളവരെ അറിയിക്കുകയാണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ ഷിജിൽ. രണ്ടുപേർക്കും സുഖമല്ലേ? ഹേമന്ത്. ഞങ്ങൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹാപ്പി വാലന്റൈൻസ് ഡേ മറിയ. മറിയ നാസർ, ഹാപ്പി വാലന്റൈൻസ്. എല്ലാവരും വേണ്ടപ്പെട്ടവരാ. ഞാനിത് ചില കമന്റ്സുകൾ വായിക്കാൻ പറ്റാതെ പോയി, ക്ഷമിക്കുക കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അതെ കുറെ കമന്റ്സുകൾ വായിക്കാൻ പറ്റാതെ പോയി. നമ്മൾ കാണുന്നൊക്കെ വായിക്കുന്നുണ്ട്. വിനു, സോനു നികേഷ് സോനു ലവ്, മരിയ ഹാപ്പി വാലന്റൈൻസ് ഡേ. തിരിച്ചും ഹാപ്പി വാലന്റൈൻസ് ഡേ. സോൻ ചേട്ടാ, നികേഷ് ചേട്ടാ ഹായ്. അമ്പാടി കണ്ണൻ വെൽ സെഡ്. സോനു ചേട്ടാ, അമല ദേവകുമാർ ഹായ്. കുറെ ഹാപ്പി വാലന്റൈൻസ് ഡേ രാഖി. അപ്പോൾ ഇനി ഞങ്ങള് നിർത്തുകയാണ്. എല്ലാവർക്കും, ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഹാപ്പി വാലന്റൈൻസ് ഡേ ആശംസിക്കുന്നു. പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും, പ്രണയിക്കാൻ ആഗ്രഹമായിട്ട് പ്രണയം നോക്കിയിരിക്കുന്ന ആൾക്കാർക്കും, പ്രണയ നൈരാശ്യം വന്നവർക്കും എല്ലാവർക്കും നല്ലൊരു പ്രണയദിനം ആശംസിക്കുന്നു. തേപ്പ് കിട്ടിയവർക്ക് വിഷമിക്കണ്ട. ആ തേപ്പ് കിട്ടി പോയത് നല്ലതിനാണ്. കാരണം അവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതിലേറെ നിങ്ങളുടെ ഇനിയുള്ള ലൈഫ് നശിക്കുകയുള്ളൂ. അപ്പൊ ഇതിനേക്കാളും നല്ല ആൾ വരാൻ വേണ്ടിയിട്ടായിരിക്കും അതങ്ങനെ നിങ്ങൾക്ക് തേപ്പ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ വിഷമിക്കാതെ മുന്നോട്ട് പോവുക. തേപ്പിസ്റ്റുകളോട് എനിക്ക് അതേ പറയാനുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇനി അടുത്ത ലൈവില് കാണാം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു. ബൈ.